ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ടം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ സ്നേഹിൽ കുമാർ സിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് മെഷീനുകളുടെ ആദ്യഘട്ട സ്കാനിംഗ് പൂർത്തിയായി. കോഴിക്കോട് ജില്ലയിൽ 13 മണ്ഡലങ്ങളിലേക്ക് 141 സ്ഥാനാർത്ഥികളുടെ പത്രിക സമർപ്പിച്ചു. കോഴിക്കോട് മുഖ്യ ഖാസിയായി സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലൈലിയെ കുറ്റിച്ചിറ മിസ്കാൽ പള്ളി നിയോഗിച്ചു. രണ്ടായിരത്തിലധികം ഹെയർപിൻ ശേഖരവുമായി ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമാക്കി കോഴിക്കോട് നടക്കാവ് സ്വദേശിനി മെസിൻ നിലോഫർ ജാസിം ടി.കെ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ടം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. ഹരിതചട്ടവുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് കളക്ടർ നിർദ്ദേശങ്ങൾ നൽകിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ തുടക്കം മുതൽ വോട്ടെണ്ണൽ വരെ എല്ലാ പ്രചാരണ പരിപാടികളിലും ഹരിതചട്ടം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർദ്ദേശിച്ചു. ഹരിതചട്ടവുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. ഹരിതചട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരെ യോഗം ചുമതലപ്പെടുത്തി. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് തടയാനും നിയമ നടപടികൾ സ്വീകരിക്കാനുമായി ജില്ലാ തലത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് രൂപീകരിക്കും. തിരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള ഭക്ഷണം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും വിതരണം ചെയ്യുക. എല്ലാ ബൂത്തുകളും ഹരിത ബൂത്തുകളാക്കി മാറ്റും. വോട്ടെടുപ്പിന് ശേഷം മാലിന്യം ഹരിതകർമ്മസേന മുഖേന കേരള കമ്പനിക്ക് കൈമാറണം. ആവശ്യമായ സ്ഥലങ്ങളിൽ മാലിന്യം തരംതിരിക്കാൻ മതിയായ ബിന്നുകൾ ഒരുക്കും. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്യുന്ന ID കാർഡ്, പേന തുടങ്ങിയ വസ്തുക്കൾ പ്രകൃതി സൗഹൃദമായിരിക്കും. എല്ലാ ബൂത്തുകളിലും ഹരിതകർമ്മസേന ഉണ്ടായിരിക്കും. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു ദിവസത്തിനകം ബൂത്തുകൾ പൂർണ്ണമായും വൃത്തിയാക്കും. ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ അസിസ്റ്റന്റ് കളക്ടർ S മോഹനപ്രിയ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ S സുബിൻ, LSTD ജോയിന്റ് ഡയറക്ടർ TJ അരുൺ, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ET രാകേഷ്, നോഡൽ ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് മെഷീനുകളുടെ ആദ്യഘട്ട സ്കാനിംഗ് പൂർത്തിയായി. ചാത്തമംഗലം വെയർഹൌസിൽ സൂക്ഷിച്ച മെഷീനുകളുടെ സ്കാനിംഗ് ആണ് നടന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചാത്തമംഗലം വെയർ ഹൌസിൽ സൂക്ഷിച്ച വോട്ടിംഗ് മെഷീനുകളുടെ ആദ്യഘട്ട സ്കാനിംഗ് പൂർത്തിയായി. ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് പൂർത്തിയായി. സ്റ്റോർ റൂമിൽ സൂക്ഷിച്ച മെഷീനുകളാണ് മണ്ഡലാടിസ്ഥാനത്തിൽ വേർതിരിച്ച് സ്കാനിംഗ് നടത്തുന്നത്. ഓരോ മണ്ഡലത്തിലെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മെഷീനുകൾ ഏറ്റുവാങ്ങി സ്കാനിംഗ് നടപടികൾ പൂർത്തിയാക്കി. 2 ദിവസങ്ങളിലായി നടക്കുന്ന സ്കാനിംഗ് പൂർത്തിയാക്കിയ ശേഷം തരംതിരിച്ച മെഷീനുകൾ മാർച്ച് 25-ന് മണ്ഡലങ്ങളിലെ റിട്ടേണിംഗ് ഓഫീസർമാർക്ക് കൈമാറി മണ്ഡലത്തിൽ ക്രമീകരിച്ച വെയർഹൌസിലേക്ക് മാറ്റും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് മുഖ്യ ഖാസിയായി സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലൈലിയെ നിയോഗിക്കുവാൻ കുറ്റിച്ചിറ മിസ്കാൽ പള്ളി കമ്മിറ്റി തീരുമാനിച്ചു. ഏപ്രിൽ 2ാം വാരം മിസ്കാൽ പള്ളി അങ്കണത്തിൽ ചേരുന്ന ചടങ്ങിൽ വെച്ച് സ്ഥാനാരോഹണം നടത്തും. 6ാം നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഖാസി ഫക്രുദ്ദീൻ ഉസ്മാനിൽ നിന്നും ആരംഭിക്കുന്ന കോഴിക്കോട്ടെ ഖാസി പരമ്പരയുടെ തുടർച്ചയായാണ് കുറ്റിച്ചിറ മിസ്കാൽ പള്ളിയിൽ ഖാസിയെ അവരോധിച്ചു വരുന്നത്. ഖാസി റംസാൻ, ഖാസി അലിയുൽ നാഷിരി, ഖാളി മുഹമ്മദ്, ഖാളി സദക്കത്തുള്ള, ഖാളി PV മാമുക്കോയ, ഖാളി നാലകത്ത് മുഹമ്മദ് കോയ ബാക്കഫി എന്നിവർ ഈ പരമ്പരയിലെ പ്രധാനികളാണ്. ഖാസി KV ഇമ്പിച്ചമ്മദ് ഹാജിയുടെ വിയോഗത്തെ തുടർന്നുള്ള ഒഴിവിലേക്കാണ് നിയമനം.
വള്ളിക്കുന്ന് ആനങ്ങാടി സ്വദേശിയായ ജമുലുൽ ലൈലി നിലവിൽ 300-ലേറെ മഹല്ലുകളുടെ ഖാസി കൂടിയാണ്. പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൽ നിന്നും മൗലവി ഫാസിൽ ഫൈസി ബിരുദം നേടിയ അദ്ദേഹം സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ അംഗം, ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് പ്രസിഡന്റ്, സുപ്രഭാതം ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. മിഷ്കാൽ പള്ളി കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് PO ഹാഷിമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ CBV സിദ്ദിഖ്, PV ഹസൻ കോയ, അഡ്വക്കേറ്റ് KV അബ്ദുൾ സലാം, സയ്യിദ് ജിഫ്രി ഹാഷിം തങ്ങൾ എന്നിവർ സംസാരിച്ചു. N ഉമ്മർ സ്വാഗതവും MV അബ്ദുള്ള കോയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. വികസനത്തിന്റെ വഴിയിലൂടെ ബേപ്പൂർ. വികസനം വാഗ്ദാനം മാത്രമല്ല, അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വമാണ്. ബേപ്പൂരിന്റെ പുരോഗതിക്കായി സമർപ്പിതനായ ഒരു നേതാവ് PA മുഹമ്മദ് റിയാസ്. ചെറുവണ്ണൂർ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി 89.20 കോടി രൂപ ചെലവിൽ മേൽപ്പാലം. ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ 20 കോടി രൂപ ചെലവിൽ തൊണ്ടിലക്കടവ് പാലം. ജനങ്ങളുടെ ചിരകാല സ്വപ്നം 170 കോടി രൂപയുടെ മേൽപ്പാലം. അരീക്കാട് മുതൽ മീഞ്ചന്ത വരെ സഞ്ചാരികളുടെ ഹൃദയം കീഴടക്കുന്ന ബേപ്പൂർ ബീച്ച്. പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞ ചാലിയം ബീച്ച്. സഞ്ചാരത്തിനും വിനോദത്തിനുമായി കടലുണ്ടി വാക്ക്വേ. ജനാരോഗ്യത്തിന് കരുതലോടെ ഫറൂഖ് താലൂക്ക് ആശുപത്രി. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്തായി. മിനി സിവിൽ സ്റ്റേഷൻ. വികസനം വാക്കുകളല്ല, പ്രവൃത്തിയാണ്. അത് തെളിയിച്ച നേതാവ് PA മുഹമ്മദ് റിയാസ്. വികസനം തുടരാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം. LDF-നൊപ്പം ബേപ്പൂരിന്റെ ഭാവിക്ക് പിന്തുണ നൽകൂ. PA മുഹമ്മദ് റിയാസ്, നാട് മാറ്റിയ നാട്ടുകാരൻ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ആകാശ കാഴ്ചകൾ സ്വപ്നം കണ്ടിരുന്ന സാധാരണക്കാർക്ക് പറക്കാനുള്ള അവസരമൊരുക്കുകയാണ് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പൈലറ്റ് ട്രെയിനിംഗ് അക്കാദമി എയ്റോവിസ്. 20 അംഗ സംഘമാണ് മാർച്ച് 26-ന് കോഴിക്കോട്ട് നിന്നും കൊച്ചിയിലേക്ക് വിമാനയാത്ര നടത്തുന്നത്. കാലിക്കറ്റ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ കഴിഞ്ഞ വർഷമാണ് പൈലറ്റ് ട്രെയിനിങ്ങിന് വേണ്ടി എയ്റോവിസ് എന്ന അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മികച്ച സേവനങ്ങളുമായി ഒരു വർഷം പൂർത്തീകരിക്കുകയാണ്. എയ്റോവിസ് അക്കാദമിയുടെ സാമൂഹിക പ്രതിബദ്ധതാ പദ്ധതിയായ വിങ്സ് ഫോർ ഓൾ പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വിസ്മയകരമായ വിമാനയാത്രയാണ് ഒരുങ്ങുന്നത്. മാർച്ച് 26-ന് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് യാത്ര പുറപ്പെടുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിമാനത്തിൽ കയറണമെന്ന് അതിയായി ആഗ്രഹിച്ചിട്ടും സാഹചര്യം അനുവദിക്കാത്ത സാധാരണക്കാർക്കായാണ് എയ്റോവിസ് സൗജന്യ യാത്ര സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. വയോജനങ്ങളായിട്ട് ജീവിതത്തിൽ ഇതുവരെ വിമാനയാത്ര എന്നുള്ള ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റാത്ത സാധാരണക്കാരായ ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കൂലിപ്പണിയെടുത്ത് അന്നന്നത്തെ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ മാത്രം വരുമാനമുള്ള വളരെ പാവപ്പെട്ടവർക്ക് കൂടി, അതുപോലെ തന്നെ ഇതുപോലെയുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഒക്കെ ഈ ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നതാണ് വിങ്സ് ഫോർ ഓൾ, എല്ലാവർക്കും ചിറകുകൾ എന്നുള്ള ഈ ഒരു പദ്ധതി. അപ്പൊ ഈ വരുന്ന വ്യാഴാഴ്ച മാർച്ച് 26-ന് കോഴിക്കോട് നിന്ന് യാത്ര പുറപ്പെടുകയാണ്. അവർക്ക് വിമാനയാത്രക്ക് പുറമെ കൊച്ചിയിൽ നമ്മൾ മെട്രോയും
വാട്ടർ മെട്രോയും ഒക്കെയുള്ള എക്സ്പീരിയൻസ് കൂടി നൽകി ഒരു ദിവസം അവരെ സന്തോഷിപ്പിച്ചിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് യാത്രാ ഉദ്ദേശം വരുന്നത്. വിമാനത്താവളത്തിലെ നടപടിക്രമങ്ങളും വിമാനത്തിന്റെ പ്രവർത്തനങ്ങളും നേരിട്ടറിയാനുള്ള അവസരവും ഈ യാത്രയുടെ ഭാഗമായി യാത്രക്കാർക്ക് ലഭിക്കും. വാർത്താ സമ്മേളനത്തിൽ സലാഹുദ്ദീൻ കെ, സമീർ NM എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 141 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. അവസാന ദിവസം മാത്രം 102 പേരാണ് പത്രിക നൽകിയത്. ആകെ 223 പത്രികകളാണ് ഇത്രയും പേർക്കായി സമർപ്പിച്ചത്. പേരാമ്പ്ര, കൊടുവള്ളി മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പത്രികകൾ സമർപ്പിച്ചത്, 22 വീതം. എലത്തൂർ, കോഴിക്കോട് നോർത്ത് മണ്ഡലങ്ങളിൽ 21 പത്രികകൾ വീതമുണ്ട്. 11 പത്രികകൾ ലഭിച്ച ബാലുശ്ശേരി മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടന്നു. 26 വരെ പത്രികകൾ പിൻവലിക്കാം. വീണ്ടും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുമ്പോൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, തമ്മിലടിയില്ലാത്ത ഒരു സർക്കാർ തന്നെ കേരളത്തിൽ തുടരണം, അത് LDFനെ സാധിക്കൂ എന്ന ചിന്താഗതി. 2, LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ, അത് വലിയ മതിപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എലത്തൂരിലെ LDF സ്ഥാനാർത്ഥിയായ മന്ത്രി AK ശശീന്ദ്രനടക്കം 3 മുന്നണികളുടെ 10 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ഞങ്ങൾ LDF ജയിക്കും, ഈ നാടിന്റെ മുഖച്ഛായ മാറ്റുന്നതിനാവശ്യമായ ആസൂത്രിതവും സംഘടിതവുമായ പ്രവർത്തനങ്ങൾ നടത്താനാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ ഒരു പുതിയ കേരളം പണിയാനുള്ള താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന മുന്നണിയെ ജനങ്ങൾ പൂർവാധികം പിന്തുണയോടുകൂടി അധികാരത്തിൽ കയറ്റുമെന്നാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി PV അൻവർ, NDAയുടെ KP പ്രകാശ് ബാബു, കോഴിക്കോട് സൗത്തിൽ VK ഫൈസൽ ബാബു, T റനീഷ്, കുന്നമംഗലത്ത് VK സജീവൻ, കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള, കൊയിലാണ്ടിയിൽ K പ്രഫുൽ കൃഷ്ണൻ, പേരാമ്പ്രയിൽ ഫാത്തിമ തഹലിയ, കൊടുവള്ളിയിൽ PK ഫിറോസ് എന്നിവരാണ് പത്രിക നൽകിയത്. മനുഷ്യർക്കെതിരെ ഉണ്ടായിട്ടുള്ള എല്ലാ ഇസവും ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിച്ച് ഒരു വളരെ മര്യാദയുള്ള, ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന, ജനങ്ങളെ സേവിക്കുന്ന UDFന്റെ ഒരു ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ വരും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 2000-ലധികം വ്യത്യസ്ത ഹെയർപിൻ ശേഖരവുമായി ഗിന്നസ് റെക്കോർഡ് സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് 6ാം ക്ലാസ്സുകാരി. കോഴിക്കോട് നടക്കാവിലെ മെസ്സിൻ നിലോഫർ ജാസിം TK ആണ് ശ്രദ്ധേയവും അപൂർവവുമായ ശേഖരം ഒരുക്കിയത്. നടക്കാവ് സ്വദേശിനിയായ 11-കാരി മെസ്സിൻ നിലോഫർ തന്റെ അതുല്യമായ ഹെയർപിൻ ശേഖരവുമായി ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്കുള്ള പാതയിൽ ശ്രദ്ധേയമായ മുന്നേറ്റം കുറിച്ചിരിക്കുകയാണ്. 2000-ലധികം വ്യത്യസ്ത മോഡലുകളിലുള്ള ഹെയർപിന്നുകൾ ശേഖരിച്ച് ഗിന്നസ് അധികൃതരുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രദർശനം സംഘടിപ്പിച്ച് റെക്കോർഡിനായി ഔദ്യോഗികമായി സമർപ്പണം ചെയ്തിരിക്കുകയാണ് ഈ കൊച്ചു പ്രതിഭ. ഇത് മൂത്താപ്പക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ സമയത്ത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടണം എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഒരു കുട്ടി ഈ ഹെയർ ക്ലിപ്സ് കളക്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ. അതേപോലെ ആ സമയത്ത് തന്നെ ചെയ്ത് തുടങ്ങി ഇപ്പോൾ ഇത്രയും കളക്ഷൻസ് ആയിട്ടുണ്ട്. അന്ന് ഞാൻ കണ്ട അതിൽ ആ കുട്ടി ചെയ്തത് 1000 പുറത്തായിരുന്നു. ഞാനിപ്പോൾ കളക്ട് ചെയ്ത് ഇപ്പോൾ 2000-ന്റെ പുറത്തും ക്ലിപ്സുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത ഡിസൈനുകളും നിറങ്ങളും മോഡലുകളും ഉൾക്കൊള്ളുന്ന ഹെയർപിന്നുകൾ ശേഖരിക്കാൻ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വലിയ പിന്തുണ നൽകി. നടക്കാവ് PMC ഗാർഡൻ കോമ്പൗണ്ടിൽ ഗിന്നസ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ക്രമീകരിച്ച പ്രദർശനത്തിൽ ഓരോ ഹെയർപിന്നും വ്യത്യസ്തതയും പ്രത്യേകതയും ഉറപ്പാക്കി അവതരിപ്പിച്ചു. ശേഖരത്തിന്റെ കൃത്യതയും വൈവിധ്യവും ഉറപ്പുവരുത്തുന്നതിനായി പ്രത്യേക ഇൻവെന്ററി തയ്യാറാക്കി. ഓരോ ഐറ്റവും വ്യത്യസ്ത മോഡലായി രേഖപ്പെടുത്തി. പ്രദർശനത്തിനും വിലയിരുത്തലിനും ഗിന്നസ് അനുബന്ധ ജഡ്ജിംഗ് പാനലായ ഗിന്നസ് സലീം പടവണ്ണ, ഗിന്നസ് ലത്തീഫ് MK, ഗിന്നസ് ആൽബിൻ റോഷൻ എന്നിവർ നേതൃത്വം നൽകി. ഈസ്റ്റ് നടക്കാവ് റെസിഡന്റ് അസോസിയേഷനിലെ അംഗങ്ങളും പ്രദേശത്തെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളും പ്രദർശനം കാണാനെത്തി. അസോസിയേഷൻ സെക്രട്ടറി നൌഷാദ് പരിപാടിക്ക് നേതൃത്വം നൽകി. നടക്കാവ് മിന്നൂസിൽ താമസിക്കുന്ന മെസ്സി നിലോഫർ കോഴിക്കോട് സെന്റ് ജോസഫ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മാതാവ് ഷാനയും പിതാവ് ജസീം ഹുസൈനും മകൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി മേള. പരമ്പരാഗത ഉത്തരേന്ത്യൻ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും മനോഹര ശേഖരം ഇപ്പോൾ കോഴിക്കോട് CSI ഹാളിൽ. രാജസ്ഥാൻ ഹാൻഡ്മെയ്ഡ് വസ്ത്രങ്ങൾ, ജയ്പൂർ ബെഡ്ഷീറ്റുകൾ, മിർജാപൂർ കോട്ടൺ ആൻഡ് വുളൻ ഉൽപ്പന്നങ്ങൾ, ഇറാൻ കാർപ്പറ്റുകൾ, ബഗൽപൂർ ആൻഡ് ചന്തേരി സാരികൾ, UP ഖാദി ഉൽപ്പന്നങ്ങൾ, ജയ്പൂർ ഷർട്ടുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ. രാജസ്ഥാൻ ആഭരണങ്ങൾ 50 രൂപ മുതൽ ആരംഭിക്കുന്നു. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ വൈവിധ്യമാർന്ന നിറങ്ങളും ഡിസൈനുകളും. രാവിലെ 10 മുതൽ രാത്രി 9 വരെ. പ്രവേശനം സൗജന്യം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേക സമ്മാനങ്ങൾ കണ്ടെത്താനുള്ള മികച്ച അവസരം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഫോക്ലോർ അവാർഡ് ജേതാവ് TP അബ്ദുള്ള ചെറുവാടിയെ ആദരിച്ചു. കുന്നമംഗലം CK ആലിക്കുട്ടി പൊന്നാടയണിയിച്ച ഷീൽഡ് കൈമാറി. ഫോക്ലോർ അവാർഡ് ജേതാവ് ഹാജി T അബ്ദുള്ള ചെറുവാടിയെ കേരള മാപ്പിളകലാ അക്കാദമി ദേശീയ ജനറൽ സെക്രട്ടറി കുന്നമംഗലം CK ആലിക്കുട്ടി പൊന്നാട, ഷീൽഡ്, മരതക മോതിരം, അത്തർ പൂശിയ ആഹ്ലാദ ടവൽ, വൈഡൂര്യമള എന്നിവ നൽകി ആദരിച്ചു. സലാം മാവൂർ, KPU അലി, നിയാസ് ചോല, ഷിഹാബുദ്ദീൻ കീഴ്ശ്ശേരി, ഷുക്കൂർ കൊടുവള്ളി, അൻസിൽ കാട്ടൂർ, CK അഫ്മിഷ്, അജ്മൽ, അമീർ, ഹൻസൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അഗോറ ആർട്ട് ഗ്യാലറിയുടെ മ്യൂറൽ ചിത്ര പ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു. ചിത്രകാരൻ ബിജു പാണപ്പുഴ ഉദ്ഘാടനം ചെയ്തു. പ്രദർശനം മാർച്ച് 27-ന് സമാപിക്കും. കലയിലൂടെ കാരുണ്യത്തിന്റെ പുതിയൊരു അധ്യായം രചിക്കുകയാണ് അഗോറ ആർട്ട് ഗ്യാലറി. 10ാം വാർഷികത്തോടനുബന്ധിച്ച് ലളിതകലാ അക്കാദമിയിൽ ഒരുക്കിയ മ്യൂറൽ ചിത്രങ്ങളിലൂടെ പ്രദർശനത്തിലൂടെ ലഭിക്കുന്ന പണത്തിലൂടെ വൃക്കരോഗിയായ 7ാം ക്ലാസ്സുകാരിക്ക് അഗോറ ആർട്ട് ഗ്യാലറി സാന്ത്വന സ്പർശനമേകും. സ്വദേശിയായ അവനികയുടെ ചികിത്സയ്ക്കാണ് സംഘം കൈത്താങ് നൽകുന്നത്. ശനിയാഴ്ച ചിത്രകാരൻ ബിജു പാണപ്പുഴ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രദർശനത്തിൽ വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ വിറ്റുകിട്ടുന്ന മുഴുവൻ തുക കുട്ടിയുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി നൽകാനാണ് അഗോറ ആർട്ട് ഗ്യാലറിയുടെ അംഗങ്ങളുടെ തീരുമാനം. ചിത്രം വാങ്ങൂ പുതുജീവനേകൂ എന്ന ആഹ്വാനത്തോടെയാണ് ഈ കാരുണ്യ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. വികാസ് കോവൂരിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അഗോറ ആർട്ട് ഗ്യാലറി കഴിഞ്ഞ 10 വർഷമായി ചിത്രകലാ രംഗത്ത് സക്രിയ സാന്നിധ്യമാണ്. ശ്രീലത ശ്യാംലാൽ, പത്മ രവികുമാർ, A സത്യപ്രിയ, രാജേഷ് പന്തീരങ്കാവ്, സുമന ശ്രീനിവാസൻ, ഷിബിന മനോജ്, റീന അനിൽ, സജിത ജയാനന്ദൻ, മോഹൻദാസ് മാങ്കാവ്, K കൃഷ്ണകുമാർ എന്നിവരുൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ സൃഷ്ടികളാണ് പ്രദർശനത്തിലുള്ളത്. വരെ രാവിലെ 11 മുതൽ വൈകിട്ട് 7 മണി വരെയാണ് പ്രദർശനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കേരളം വന്യജീവി വകുപ്പ് കോഴിക്കോട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന് കീഴിലെ വടകര സോഷ്യൽ ഫോറസ്ട്രി റേഞ്ചിന്റെ നേതൃത്വത്തിൽ വനദിനം, ജലദിനം, കാലാവസ്ഥാ ദിനം എന്നിവ ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ഏകദിന ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വടകര കോസ്റ്റൽ സ്റ്റേഷന് കീഴിലെ മിനി ഗോവ കടൽ തീരത്ത് വെച്ച് നടന്ന പരിപാടി വടകര കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ വരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോസ്റ്റൽ പോലീസ് സേനയുടെ നേതൃത്വത്തിൽ മെയ് മാസത്തിൽ കണ്ടൽ വൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന യജ്ഞം നടത്തുമെന്നും കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ പറഞ്ഞു. കൊയിലാണ്ടി സോഷ്യൽ ഫോറസ്ട്രി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ NK ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ P ബാബു ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജലസംരക്ഷണവും വനവൽക്കരണവും നടത്തിയെങ്കിലേ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ കഴിയൂവെന്ന് അദ്ദേഹം പറഞ്ഞു. പരിസ്ഥിതി പയ്യോളി സംഘടനയുടെ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ, വൈസ് പ്രസിഡന്റ് രാജൻ കൊളാവിപ്പാലം, വടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ CPOമാരായ V അശ്വന്ത്, PC റാഷിദ്, PP ഷനുജ്, പരിസ്ഥിതി പ്രവർത്തകൻ TK കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വടകര. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ടം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ സ്നേഹിൽ കുമാർ സിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് മെഷീനുകളുടെ ആദ്യഘട്ട സ്കാനിംഗ് പൂർത്തിയായി. കോഴിക്കോട് ജില്ലയിൽ 13 മണ്ഡലങ്ങളിലേക്ക് 141 സ്ഥാനാർത്ഥികളുടെ പത്രിക സമർപ്പിച്ചു. കോഴിക്കോട് മുഖ്യ ഖാസിയായി സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലൈലിയെ കുറ്റിച്ചിറ മിസ്കാൽ പള്ളി നിയോഗിച്ചു. രണ്ടായിരത്തിലധികം ഹെയർപിൻ ശേഖരവുമായി ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമാക്കി കോഴിക്കോട് നടക്കാവ് സ്വദേശിനി മെസിൻ നിലോഫർ ജാസിം TK. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God, Chemanur International Jewelers.